സംബന്ധിച്ചുള്ള കൃത്യമായ കോൺക്രീറ്റ് ആയിട്ടുള്ള നിർദ്ദേശവും നിലപാടും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ സംസ്ഥാന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാമുള്ള ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള വിധിയായിട്ടാണ് സുപ്രീം കോടതി വിധിയെയും അതിൻ്റെ വ്യാഖ്യാനത്തെയും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിയമ സംഹിതയുടെ ചരിത്രത്തിലാദ്യമായി ഗവർണറോ പ്രസിഡൻറ്റോ ഒപ്പിടാതെ സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അതിനെല്ലാം നിയമപരമായി ഭരണഘടനാപരമായിട്ട് കൃത്യതയോടുകൂടി സുപ്രീം കോടതി തന്നെ കൃത്യമായി നിയമനിർമ്മാണത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. ഇന്നേ വരെ ഗവർണറുടെയോ പ്രസിഡൻറ്റിൻ്റെയോ ഒപ്പില്ലാതെ ഒരു ബില്ല് നിയമമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിയമവാഴ്ച ഇന്ത്യയിലെ ഫാസിസ്റ്റ് പ്രവണതകൾക്കിടയിലും ഓപ്പറേറ്റ് ഹിന്ദുത്വവൽക്കരണ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഈ പശ്ചാത്തലത്തിലും നിയമവാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഈ രാജ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെതിരായ ചില പ്രതികരണങ്ങൾ കേരളത്തിലെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. 2 ജഡ്ജിമാരെ പാർലമെന്റ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാപരമാവണം. ജുഡീഷ്യറിക്ക് അതിൻ്റെതായ ശേഷിയുണ്ട് എന്ന് ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കരണിയെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. മന്ത്രി മുഹമ്മദ് റിയാസും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. നിലവിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി സുപ്രധാന വിധി. ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ചത്, രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവിലൊക്കെയുള്ള പ്രതികരണമാണ് അദ്ദേഹം നൽകിയത്.